Hi friends, once again welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാകുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഈ സ്വീറ്റ് ഉണ്ടാക്കുവാൻ അടുപ്പിൽ കുക്ക് ചെയ്യേണ്ടതില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 5 രൂപയുടെ 2 ബൂസ്റ്റ് പാക്കാണ് അടുത്തതായി വേണ്ടത്. കണ്ടൻസ്ഡ് മിൽക്കിലേക്ക് ബൂസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി വേണ്ടത് ബട്ടറാണ്. 50 ഗ്രാം ബട്ടറാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് മെൽറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാൻ പാർലേജിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാവുന്നതാണ്. 400 ഗ്രാം ബിസ്ക്കറ്റാണ് വേണ്ടത്. ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഈ ബിസ്ക്കറ്റ് പൊടി ബൗളിലേക്ക് കുറച്ചായി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ പറയുന്ന അളവുകൾക്ക് നേരെ പകുതിയായും നിങ്ങൾക്ക് ഈ സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഏറ്റവും അവസാനം ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. തന്നിരിക്കുന്ന അളവുകൾ പ്രകാരം കൃത്യമായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. ഇത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരേ അളവിൽ കിട്ടുന്നതിനായി ഒരു കുഴിയുള്ള സ്പൂണിലാണ് ഇത് നിറക്കുന്നത്. അതിനുശേഷം അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു നല്ല ആകൃതിയിൽ കിട്ടും. അതല്ലെങ്കിൽ കൈ കൊണ്ട് ഉരുട്ടിയെടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയ പേട ഈ പൊടിയിൽ ഉരുട്ടിയെടുത്ത ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ അണ്ടിപ്പരിപ്പിന്റെ പൊടിയും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതില്ലാതെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.